number 8 on stage. അംഗദേശത്തിൽ നിന്നുള്ള അറിയിപ്പ്. എല്ലാ 5 ദിവസം കൂടുന്നതോറും നാം രാജ്ഞിയെ തിരഞ്ഞെടുക്കുന്ന അറിയാമല്ലോ. ഇത്തവണ നമ്മുടെ അംഗരാജ്യത്തിനെ തിരഞ്ഞെടുക്കണമെന്ന് അറിയിച്ചുകൊള്ളു. അല്ലാത്ത പക്ഷം എല്ലാവരും തലകൾ ഇരിക്കുന്നതായി. അറിയിപ്പ് അറിയിപ്പ് നമ്മുടെ ഖജനാവസ്ഥിതി വളരെ മോശമാണ്. ഇനി ആകെ 2000 പെൺമണവും 5000 വെള്ളിനാണയം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ആർക്കും വേണ്ടാത്ത കുറച്ച് പിച്ചടച്ച പാത്രങ്ങൾ മാത്രം ബാക്കി. നമ്മളിനി എങ്ങനെ ജീവിക്കും? ഇനി ഞാൻ കളറാൻ പറയാം. രാജ്ഞി കേൾക്കണം. രാജ്ഞിക്കറിയാമല്ലോ, രാജ്ഞിയുടെ ഈ കിരീടത്തിൽ മലർ പണിക്കാനായി നമ്മൾ അയൽക്കാര്യത്തേക്ക് പോയില്ലേ? അവിടെ മലർ കിട്ടിയില്ല. ആകെ ചെലവായ 500 പൊന്നാണയമാണ്. പിന്നെ അതിന്റെ അപ്പുറത്തെ രാജ്യത്തേക്ക് പോയി, അവിടെ മലർ കിട്ടിയില്ല. അവിടെ 300 പൊന്നാണയം ചെലവായി. ഈ നേരത്തെ അവസാനം അതിന്റെ അപ്പുറത്തെ രാജ്യത്ത് ചെന്നപ്പോഴാണ് അവിടെ കിട്ടുന്നത് മനസ്സിലായി. പിന്നെ ഞാൻ വളരെ ലളിതമായ 2000 പൊന്മണം മുടക്കി തിരിച്ചു വരികയായിരുന്നു. ഇത് ആലോചിക്കണം. ഇതൊന്നും പോരാതിന്റെ രാജ്യത്തെ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടി ഇന്ത്യൻ കണക്കിന് മുഖമാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. പിന്നെ പാലാവശ്യത്തിനായി 2000 ലിറ്റർ പാലാണ് നമ്മൾ മിൽമയിൽ നിന്ന് കടമെത്തിരിക്കുന്നത്. ഇതൊന്നും പോരാതിട്ട് രാജാവ് രാജ്യങ്ങളുടെ ഏതോ ക്ഷേത്രത്തിൽ കറക്കിടാൻ വേണ്ടി പുഷ്പകാലത്ത് പോയതിന്റെ ചെലവ് വേറെ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, വല്ല കാവട്ടിയിലും പോയാൽ മതി. ഇതെങ്ങനെ ഇരിക്കുന്നു? ഇതെല്ലാം നിങ്ങൾ മറന്നുവോ? മറന്നുവോ? രാജമാത അവിടുത്തെ തിരുമുഖം കാണിക്കാനായി ഒരു എളിയ പ്രജ വന്നിട്ടുണ്ട്. ഇതൊക്കെ 2 രാജ്യത്തെ പരാതിയുണ്ട്. എത്രയും ബഹുമാനപ്പെട്ട മഹാറാണി, എന്ന് വിളിക്കാൻ എന്റെ മനസ്സ് തന്നെ അനുവദിക്കുന്നില്ല. ഇത്രയും വൃത്തികെട്ടതും കൊണ്ടുപോയിട്ടുണ്ടോ? ഭാഗ്യം. ഇതൊരു രാജസോസ, അല്ലാതെ ചന്തയല്ല. ആയും പറ കഴിഞ്ഞോ? പറയുന്നത് ചോദിച്ചു നോക്കുന്നത്
രാജ്ഞിയുടെ ബുദ്ധി അപാരം തന്നെ. അതില്ലയോ? ആ, ഇത് വാലാണ് ഇരിക്കുന്നത്. നിന്റെ പിന്നെ എടുത്തോണ്ട് പോകാം. വാലോ? ഈ സ്ത്രീയോട് എത്ര തവണ പറയുന്നു നിർത്താൻ? അതെ, അറിയില്ല. ഇതെന്റെ രാജ്യം, ഞാനാണ് ഇവിടെ അധികാരി, ഞാൻ ഭരിക്കും. കണക്കിന്റെ കാര്യം ഇവിടെ അനുഭവിക്കില്ലല്ലോ. ഇത് വേറെ പ്രശ്നം. ഇവിടെ ആരുമില്ലേ ഈ സ്ത്രീയെ കടന്നു നിർത്താൻ? കടന്നു നിർത്താൻ. അമ്മ പറഞ്ഞില്ല വെയിലത്ത് പോകണ്ടെന്ന്. ഭയങ്കര ചൂടല്ലേ? വേണ്ട, ഇവിടെ അകത്തിരുന്ന് കളിച്ചാൽ മതി. ഇത് മുടി കിട്ടിയില്ലേ? ആ, മതി. വെയിലത്ത് പോയി കളിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഒരു പരിചയമില്ലാത്ത ആരെന്ത് പറഞ്ഞാലും പേടിക്കല്ലേ? ഉറപ്പാണല്ലോ. എന്നാ അമ്മയുടെ പോയി കളിച്ചു. മന്ത്രി, എന്താണ്? എന്റെയോ? എന്നെ കൊല്ലാനോ? അതെ, രാജ്ഞിയെ കൊല്ലാനോ? നമ്മുടെ എന്റെയും മന്ത്രി? അതെ, നമ്മൾ എന്ത് ചെയ്യും രാജ്ഞി? മന്ത്രി, നമ്മുടെ സൈന്യത്തെ സജ്ജമല്ലേ? ഒരു യുദ്ധം വന്നാൽ നമ്മുടെ സൈന്യം ശക്തിയും സജ്ജമൊക്കെയാണ് രാജ്ഞി. പക്ഷേ എന്താണ് പക്ഷേ? രാജ്ഞി, താങ്കളുടെ ശത്രു നമ്മുടെ കൊട്ടാരത്തിനുള്ളിൽ തന്നെയാണ്. എന്റെ ശത്രു കൊട്ടാരത്തിനുള്ളിലോ? ഇതാരാണ്? മന്ത്രിയോ? ഇതൊരു നല്ല ലക്ഷണമില്ലേ? ദൈവമേ, ഈ കഥാലക്ഷണം പാരമ്പര്യമായിട്ടുള്ള രാജ്ഞി കരുതിയിരിക്കുന്നു. ഇനി കരുതാം. രാജ്ഞി, എന്താ മന്ത്രി? അങ്ങേക്ക് നല്ല ക്ഷീണമുണ്ട്. ഒരു ആപ്പിൾ എടുത്തു. ആപ്പിളോ? ഞാൻ ചോദിച്ചില്ലല്ലോ. എന്നാലും പെട്ടെന്ന് രാജ്ഞിയുടെ ആരും കേട്ടില്ല. അതൊക്കെ ഇപ്പോഴാ ശ്രമിച്ചേ മന്ത്രി, കരക്കല്ലേ? ദൈവമേ, നമ്മളിനി എന്ത് ചെയ്യും? മോളെ, ഞാൻ പറയട്ടെ, ഇത് മോള് കൊണ്ടുപോയി മോളുടെ അമ്മയ്ക്ക് കൊടുക്കണം. ഇത് വളരെ രുചിയേറിയ ഒരു ആപ്പിളാണ്. ആരും പറഞ്ഞു? ഇതെല്ലാം അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള ആപ്പിളാണ്. ആ, ഇതിന് ഭയങ്കര ഗുണങ്ങളുണ്ട്. ഇത് കഴിച്ചാൽ നേരെ സ്വർഗം കാണുമെന്നാ പറയുന്നത്. ഇത് കൊടുക്കുമ്പോ ഞാൻ തന്നാന്ന് പറയരുത്, ഇത് മോള് തന്നതാന്ന് തന്നെ പറയണേ. അതിന്റെ കെട്ടി നോക്കിയിരിക്കട്ടെ. നമുക്ക് തന്നെ കൊണ്ട് കൊടുക്കണേ, മറക്കില്ലേ? എന്താ മോളെ ഇത്?
അങ്ങനെ വെക്കരുത്.